എൻ്റെ പൊന്നു പ്രയത്തെ, നിനക്ക് എന്തിൻ്റെ കേടാ ഈ യുവക്ഷേത്രയിലെ യൂണിഫോം ഇട്ട് പിന്നെയും നടക്കാൻ? ഇങ്ങനെ കുറേ കമൻറ്റുകൾ ഞാൻ ഇന്നലെ കേട്ട് മടുത്തതാണ്. ഇതെൻ്റെ കോളേജ് യൂണിഫോം ഒന്നല്ല. ഞാൻ ദുബായിൽ വന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു അടിപൊളി ഷർട്ട് വാങ്ങിയതാണ്. ഞാൻ എൻ്റെ യൂണിഫോമൊക്കെ ആകെ മറന്നുപോയി. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഷർട്ട് വാങ്ങില്ലായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വന്ന ആൾ എന്നോട് പറഞ്ഞായിരുന്നു, ഈ ഷർട്ട് നിനക്ക് നല്ല സ്യൂട്ടാണെന്ന്. സത്യം പറഞ്ഞാൽ യൂണിഫോമിൻ്റെ കളറൊക്കെ നമ്മൾ മറന്നു പോകും. പുറത്തോട്ടൊന്ന് ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഔട്ട് സൈഡ് അൺസഹിക്കബിൾ ഹോട്ട്. അയ്യോ, അങ്ങനെ മെട്രോ സ്റ്റേഷൻ എത്തി ഞാൻ. എവിടേക്കാണ് പോകുന്നത് അറിയോ? ADCB മെട്രോ സ്റ്റേഷൻ. അവിടെയാണ് നമ്മുടെ കരാമയുള്ളത്. ചെറുതായിട്ടൊന്ന് വിശപ്പുണ്ടായിരുന്നു. പിന്നെ മൂഡ് ഓഫ് ആയതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു മാംഗോ ജ്യൂസ് കുടിച്ചു. ചെറുതായിട്ടുള്ളൊരു ലൈറ്റ് ഡ്രിങ്ക്സ്. അങ്ങനെ എൻ്റെ ജ്യൂസ് കൂടി കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് വന്നു. അവരുടെ കൂടെ ഞാനിങ്ങനെ ശിങ്കാരിമേളത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, സ്റ്റോറി ഇടാം, സ്റ്റാറ്റസ് ഇടാം, പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വെച്ച്. അങ്ങനെ കരാമയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഷോപ്പിംഗ് കയറണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും അല്ല, കുറച്ച് ഗ്രോസറീസ് മാത്രം. അങ്ങനെ ഇരിക്കെ ഈ ചോക്ലേറ്റ് കോയിൻ എൻ്റെ കണ്ണിൽ കണ്ടു. എൻ്റെ മോനെ, ബാല്യകാലത്തിലേക്കുള്ള ആ ഓർമ്മപ്പെടുത്തലുകൾ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പല 2K പിള്ളേർക്കും ഇതെന്താണെന്ന് അറിയാൻ ചാൻസ് ഇല്ല. ആക്ച്വലി ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്നൊന്നുമല്ല, ജസ്റ്റ് ഇത്രയും ക്ലോത്ത്സ് ഒക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം, അത്രമാത്രം. ഒരു പൂച്ച ഉണ്ടായിരുന്നു. എൻ്റെ മോനെ, ഇത് കടിച്ചു എന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. കടിച്ചിരുന്നെങ്കിൽ നമ്മൾ TT അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങേണ്ടി വന്നേനെ. അത് കഴിഞ്ഞ് അവസാനത്തെ ഇതാണ് നമ്മുടെ കോയിൻ ഇട്ടിട്ട് നമുക്ക് ഇത് പിക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു ഗെയിമാണ്. റോഡുകളിൽ അവിടെ എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ബൈ ബൈ.